ഒരു കല്യാണം അല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ ആഗ്രഹിച്ചത്. അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ എന്താ പറയാ സേവ് ദ ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ഞങ്ങള് ഭയങ്കര ഇതിൽ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു. അത്രയും പറ്റാണ്ടായി. എല്ലാവരും പറയേണ്ട അടുത്ത മാസത്തേക്കാണ് എൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. അല്ല, മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളത് പറയാണ്ടായിരുന്നു. മെയ് 3-ാം തീയതിക്കാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും നാൾ വരെ നമുക്ക് ഈ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ സാഹചര്യത്തിൽ പോയാൽ ഞങ്ങൾക്ക് തമ്മിൽ ഒന്നിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതിന് ഏട്ടന്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ശരിയുണ്ടെന്ന് അറിയാം. ഏട്ടന്റെ വീട്ടിൽ തന്നെയാണ്. വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ അമ്മയും അച്ഛനും അനിയനെല്ലാം സപ്പോർട്ട്. അവര് മാത്രമല്ല ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ്. ഫ്രണ്ട്സ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഫ്രണ്ട്സും നല്ല. ഉപ്പും മുളകും ലേറ്റില് എന്താണ് ഒളിച്ചോടിപ്പോയ കുഞ്ഞാൻ തന്നെ പ്രതികരണമായിട്ട് ലാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എനിക്കിപ്പോഴത്തെ സാഹചര്യത്തിൽ നിൽക്കാൻ പറ്റില്ല. മെയ് 3-നാണ് വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത്, വിവാഹം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങളുടെ അവൻ്റെ ചേട്ടൻ്റെ അതുലിൻ്റെ ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഫാമിലി മൊത്തം സപ്പോർട്ടാണ്, ഫ്രണ്ട്സും എല്ലാവരും സപ്പോർട്ടാണ്. ഞങ്ങൾ അതിൻ്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് അച്ഛനും അമ്മൻ്റെയും ഭാഗത്താണ് തെറ്റ് എന്നാണ് ഇവർ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. നടന്നിരുന്നത് പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഇത് ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അല്ലേ ഞങ്ങളുടെ. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ മെസ്സേജ് അയക്കുമെന്ന്. അവരയച്ചപ്പോൾ എന്നോട് ഒറ്റ വാക്ക് പറഞ്ഞോളൂ, കുഞ്ഞിനെ ഞങ്ങൾക്ക് അറിയാം, നീ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത്രയും നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതുകൊണ്ടായിരിക്കും നീ ആ കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് എൻ്റെ മെസ്സേജ്. അതേപോലെ തന്നെ അത്രയും പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയാൻ ആൾക്കാരുണ്ടാവും എനിക്കറിയാം. ഇഷ്ടംപോലെ വീഡിയോസ് ഞങ്ങൾക്ക് ട്രോള് വരുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ ഞങ്ങളൊന്നും വീഡിയോ കാണുന്നില്ല. ഇങ്ങനെ നമുക്കറിയാം, നമ്മൾ എടുത്ത് കാണുന്നില്ല. ഇങ്ങനെ ഇപ്പൊ ഒന്നല്ല, ഇപ്പൊ എന്റെ അമ്മയുള്ള അച്ഛനാലും ഇങ്ങനെ ഒരു കല്യാണമല്ല പ്രതീക്ഷിച്ചിരുന്നത്. നല്ല രീതിയിൽ സത്യം പറഞ്ഞാലോ, അമ്മ അച്ഛനൊക്കെ കരഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ കരഞ്ഞത് ഒരിക്കലും ഞങ്ങൾ ചെയ്ത കാര്യം കൊണ്ടല്ല, ഇതിങ്ങനെ ആയിപ്പോയുണ്ട്. കാരണം അത്ര ഗംഭീരമായിട്ട് നമ്മൾ വെച്ച ഒരു കല്യാണമായിരുന്നു. ഇങ്ങനെ ആയി പോവാൻ കാരണങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പൊ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ എടുത്തിടാൻ താല്പര്യമില്ല. ഇനി നല്ല വീഡിയോസ് ആയിട്ട് പോവാന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങൾ പറയണില്ല എന്ന് പറയില്ല. എന്തെങ്കിലും അത്രയും സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഞങ്ങൾ അത് പറയും. പക്ഷെ നമ്മ ഈ അച്ഛൻ വന്നിട്ട് അല്ലേ ഞങ്ങൾ കല്യാണം നല്ല രീതിയിൽ നടത്തണം. എന്താ വെച്ചാൽ എൻ്റെ അച്ഛനമ്മയ്ക്കും അത്രയും ആഗ്രഹങ്ങളുണ്ട് ഒരുപാട്. എല്ലാ അച്ഛന്മാർക്കും ഇതാണ് ഇപ്പോൾ ഇവിടെ തന്നെയാണ്, അതുള്ള വീട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും സമാധാനമായിട്ടുള്ളൊരു ഇതായിട്ടില്ല. എന്തായാലും അച്ഛനും അമ്മയും വെറുപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു സമാധാനമായിട്ടുള്ളൊരു ഇതുണ്ടായില്ല. എന്ത് തന്നെയാണെങ്കിലും അവരെത്ര ഇതാണെങ്കിലും അച്ഛനും അമ്മയുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതൊരു സപ്പോർട്ട് തന്നെയാണ്. ഇനി അവർ പറയുന്നത് ഇനി എല്ലാം ഒന്ന് ഇതായിട്ട് വേണം ഞങ്ങൾക്ക് ശരിക്കും വിവാഹം കഴിക്കാൻ, നല്ല രീതിയിൽ ഇത് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ചെയ്തത്. അവരുടെ അച്ഛൻ്റെ അമ്മൻ്റെ കാര്യങ്ങളോ എന്താണ് കാര്യം എന്ന് ഇവരും വ്യക്തമായിട്ട് പറയുന്നില്ല. ആരും വ്യക്തത തരാത്തത്തോളം കാലം നമ്മൾക്കിതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയില്ല. പുള്ളിക്കാരിയും കുഞ്ഞാനും ഇപ്പോൾ എന്തായാലും അതിലൊരു വ്യക്തത നമുക്ക് കറക്റ്റായിട്ടുള്ളത് തന്നിട്ടില്ല. ഇവർ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നു, ഞങ്ങൾ വിവാഹം കഴിഞ്ഞു, ഞങ്ങൾ അതുലിൻ്റെ വീട്ടിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ വരെ കുറച്ച് ഇതുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ചെറിയ ടെൻഷനേ ഉള്ളൂ, ഇപ്പോൾ കുറച്ച് ഞങ്ങൾ റിക്കവറായിട്ട് വരുന്നു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കാരണം എന്നിതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അച്ഛനും അമ്മയാണെങ്കിലോ പൊന്നു ഫാമിലി ആണെങ്കിലോ കുഞ്ഞൻ ഇവരും ആണെങ്കിലോ ആരും ഇതിലൊരു വ്യക്തത ഇതുവരെ തന്നിട്ടില്ല. എന്താണ് ഇവർക്ക് സംഭവിച്ചത്, എന്താണ് ഇതിന് പെട്ടെന്ന് ഇങ്ങനൊരു വിവാഹം കഴിക്കാൻ എന്താണ് കാരണം എന്നിവർ പറയുന്നില്ല. ഇത് മെയ് 3-ാം തീയതി വരെ ഞങ്ങൾ കാത്തിരുന്നതെങ്കിൽ ഞങ്ങളുടെ ഈ വിവാഹം നടക്കില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. അത് അതുലിൻ്റെ തീരുമാനമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. ഒരുപാട് പല രീതിയിലും പറയുന്നുണ്ട്.
പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ പിന്നെ സത്യം പറഞ്ഞാൽ ഇന്നലെ രാവിലെ കല്യാണം കഴിഞ്ഞത്. വീഡിയോ ഞങ്ങൾ എന്തായാലും കുറേ ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് ഉണ്ട്. പക്ഷെ ആർക്കിപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റി മനസ്സിലാ. അത്രയും വേണ്ടവർക്ക് മാത്രമേ ഞങ്ങൾ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ വേണ്ടപ്പെട്ട എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം പോലെ വരുന്നത്. അപ്പം അവരും കോളുകൾ ഇപ്പം എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് ഇരിക്കണത്. എല്ലാവർക്കും ആദ്യം കുറ്റം പറയില്ല, എല്ലാവർക്കും അറിയാനുള്ള ഒരു ഇതുണ്ടാവും. എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്, ലവ് മാരേജും അല്ല, വീട്ടുകാർ ഉറപ്പിച്ചതാണ്. എന്നിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോ എല്ലാവർക്കും അത് അറിയാൻ പക്ഷെ മനസ്സിലാക്കണവരുണ്ടാവും, എന്നെ മനസ്സിലാക്കണവരുണ്ട്, മനസ്സിലാക്കാത്തവരും ഉണ്ട്. പക്ഷെ മനസ്സിലാക്കാത്തവരോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ സാഹചര്യം ഇതാണ്. ഞങ്ങൾക്ക് സാഹചര്യം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കും എല്ലാവരും നല്ല രീതിയിൽ കല്യാണം നടത്തണമെന്നും എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആയാലും ഈ മാസം എടുക്കാമെന്ന് വിചാരിച്ചിരുന്നെന്ന് പറയാനുള്ള ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയൊരു കല്യാണം. സത്യം പറഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെ സ്വപ്നം തന്നെയാണ് നല്ല രീതിയിൽ കല്യാണം നടക്കണം, അത് നല്ല മനസ്സിലിരുന്ന് മെമ്മറി ഇങ്ങനെ നിൽക്കണം. പക്ഷെ അത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അതിന് നമ്മുടെ അവസരം ഇനി ഉണ്ടാവണം അല്ലേ? എന്തായാലും ഉണ്ടാവും. എന്താ വെച്ചാ അങ്ങനെ തീരുമാനിച്ചിരിക്കണത്. അതറിയിച്ച് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നടത്തും. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയതല്ല, നമുക്ക് പെട്ടെന്ന് നടത്തണം. അപ്പൊ അതിന് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇതാക്കാനുള്ള സമയമല്ല. നമുക്ക് പെട്ടെന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ചെയ്തു. എന്താ വെച്ചാൽ ചിലവരും പലതും പറയുന്നുണ്ട് എൻഗേജ്മെന്റിന്റെ ബ്ലൗസ് ഞാൻ ഇട്ടത്. അത് നമുക്ക് ബ്ലൗസ് അടിക്കാനുള്ള ടൈമില്ല. എന്താ വെച്ചാ തലേദിവസം വരെ വൈകിട്ട് വരെ ഞങ്ങൾക്ക് ഇത് കറക്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങള് രണ്ടാളും സത്യം പറഞ്ഞ ഈ ഒരു കാര്യം ശേഷം പുറത്തിറങ്ങിയിട്ടില്ല. ബാക്കി എല്ലാവരും ഇറങ്ങി ഞങ്ങൾക്കെല്ലാം കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ഇവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് എന്തൊക്കെയോ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് ആ ഒരു 3-ാം തീയതി വരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ച്. അതിപ്പോൾ ലവ് മാരേജോ കാര്യങ്ങളോ ഒന്നും അല്ല, വീട്ടുകാർ ഉറപ്പിച്ചൊരു കല്യാണമാണ്. അത് പിന്നെ സാഹചര്യം കൊണ്ട് അവൾക്ക് ഇറങ്ങി പോവേണ്ടി വന്നു. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. പുള്ളിക്കാരി അതെന്താണെന്നൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പോൾ അതുള്ള വീട്ടുകാർ ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥിതിക്ക് എന്തായാലും കുഞ്ഞൻ്റെ വീട്ടിലാണ് പ്രശ്നങ്ങൾ എന്ന് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവരും എന്താണ് കാര്യം എന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ എവിടെയും തൊടാതെ സംസാരിക്കുന്നു, ഇവരും അത് കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ ഇതിലുള്ള കമൻസൊക്കെ ഈ വീഡിയോയിൽ കുഞ്ഞൻ്റെ വീഡിയോയിൽ വന്ന കമൻസൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കുഞ്ഞാൻ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ നെഗറ്റീവും പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. എന്തായാലും വീട്ടുകാർ ഉറപ്പിച്ചൊരിതാണല്ലോ. അപ്പോൾ ഒരു കാരണമില്ലാതെ ഒരു പെൺകുട്ടി എന്തായാലും ഇറങ്ങി പോവില്ല. വിവാഹം ഉറപ്പിച്ച് ഡേറ്റ് വരെ ഫിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും സാഹചര്യം അവിടെ ഉണ്ടായേക്കാം. ചിലപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും എന്തെങ്കിലും സാഹചര്യം അവിടെ സംഭവിച്ചേക്കാം. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇറങ്ങിപ്പോയേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാടൊന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇതായിട്ടൊന്നും കാര്യമില്ല. മൂത്തവൾ ഒളിച്ചോടിപ്പോയി, രണ്ടാമത്തവൾ ഒളിച്ചോടിപ്പോയി. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണല്ലോ ഓരോരുത്തർ ഓരോ തെറ്റിലേക്ക് കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ ഇതിലെന്താണ് കാര്യം, എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇവർ തന്നെ വ്യക്തമായിട്ട് പറയട്ടെ. അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ട് പറയാൻ നമ്മൾ അതല്ലല്ലോ, നമുക്ക് ഇവരെക്കുറിച്ചൊന്നും അറിയില്ല. ഇവർ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാത്രമാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ആരും ഒരു വ്യക്തത തരുന്നില്ല, എന്താ കാര്യം എന്നുള്ളത് ആരും ഒരു വ്യക്തത തരുന്നില്ല. എന്തായാലും അവർ പറയേണ്ട സാഹചര്യം വന്നാൽ എന്തായാലും പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വരും ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് അവർ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും കുഞ്ഞൻ്റെ മറുപടി ഇങ്ങനെയാണ്. അപ്പോൾ ഞാനും നേരത്തെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.